ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ചിപ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒരു സ്ലൈഡർ യൂസ് ചെയ്ത് ഈ കാണുന്നത് പോലെ സ്ലൈസ് ആക്കി എടുക്കുക. നല്ല സർക്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ നല്ല സ്ലൈസ് ആക്കി എടുക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ ലേസ് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തിക്നെസ്സില്ലേ, അതുപോലെ തന്നെ നമുക്ക് കട്ടായി കിട്ടും. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കാം. പൊട്ടറ്റോയിൽ നല്ല സ്റ്റാർച്ച് കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാർച്ച് കണ്ടൻറ്റ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബോട്ടം ഭാഗത്തിലായിട്ട് ആ സ്റ്റാർച്ചിൻ്റെ ഒരു ലെയർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ ഊറ്റി കളഞ്ഞ ശേഷം വേണം നമ്മളതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് വെച്ച ശേഷം ഞാൻ അടുത്തേക്ക് ഊറ്റി മാറ്റിയതാണ് ഈ കാണുന്നത്. അതിനുശേഷം ഒരു കോട്ടൺ ടവൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തിൽ നമ്മളിതിനെ ഉണക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഓരോ പീസസും ഇങ്ങനെ ഒരു തുണിയിലോട്ട് പറക്കി നിരത്തി വയ്ക്കുക. അത് ഫാനിൻ്റെ താഴെയൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് മൊത്തം പോയി കിട്ടുന്നത് വരെ നമ്മളതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക. അത് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വളരെ പെടേണ്ടി വരും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടവലിൽ ഈ പൊട്ടറ്റോയുടെ സ്ലൈസ് ചെയ്ത പീസസ് എല്ലാം നന്നായിട്ട് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഉണക്കിയെടുക്കുന്നതിന് പകരം ചില ആൾക്കാർ ഇത് ഫ്രീസ് ചെയ്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രീസ് ചെയ്തിട്ട് പിന്നെ അത് കൂൾ ചെയ്തൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതെല്ലാം സ്ലൈസ് ചെയ്ത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊരു അരമണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ എല്ലാം ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം ഒരു ബൗളിലോട്ട് കളക്ട് ചെയ്ത ശേഷം എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കുവാണ്. ഒരു പാത്രത്തിൽ ഒരു കടായോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി ആയാലും മതി. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അതിനുശേഷം അത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇടാൻ നമ്മൾ ഈ കൂട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും, ഇത് വേഗത്തില്ല. അപ്പോൾ നല്ല ചൂടായ ശേഷം നമ്മൾ ഈ ഉണക്കിയെടുത്തിരിക്കുന്ന ഈ പീസസിനെ എണ്ണയിലോട്ട് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഓരോരോ പീസസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി അങ്ങ് ഇടണ്ട, എന്നാൽ നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്ലൈസസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ അത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എന്താ ഇപ്പോൾ ഇത്രയാണ് ഒറ്റ ബാച്ചിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടുന്ന സമയത്തിന് നമുക്ക് അതിൻ്റെ ജസ്റ്റ് മുകളിൽ അതിങ്ങനെ ഒരു കളർ ഷെയ്ഡ് നമുക്കത് ഇതുപോലെ കാണാൻ പറ്റും. അന്നേരം അതിനെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. ഇനി അതൊരു നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും അതിനെ ഇട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ ടെക്സ്ചറൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് വീട്ടിലെ കുട്ടികൾക്കൊക്കെ നല്ല ഷുവറായിട്ടും ഒരു കെമിക്കൽസും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ചിപ്സാണിത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ആ ഒരു സ്ലൈറ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഓയിലിൽ തന്നെ അതങ്ങ് കിടന്ന് ഡിസോൾവ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ആ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കൂടെ അതിന് കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ, കുറച്ചൊരു ഭംഗിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ അതായത് ഇതുപോലെ നല്ല ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ പീസസും എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട്. ഞാനിവിടെ എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. ഇനി അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് എല്ലാം കൂടെ ഒരു പാത്രത്തിലെടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ്, പിന്നീട് നമുക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, പിന്നെ ഒരു സ്പൈസി ഫീൽ കിട്ടാനും കൂടെ വേണ്ടിയിട്ട് ഒരു നുള്ള് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. അത് ബ്ലാക്ക് പെപ്പർ ആയാലും കുഴപ്പമില്ല, വൈറ്റ് പെപ്പർ ആയാലും കുഴപ്പമില്ല. നമുക്ക് കുട്ടികൾക്കൊന്നും അതിൻ്റെ എരിവ് അധികം ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെപ്പർ പൗഡറിൻ്റെയൊക്കെ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കുട്ടികളുടെ ടേസ്റ്റ് എങ്ങനെയാണ്, നമ്മളെ വീട്ടിലുള്ള കുട്ടികൾ എങ്ങനെയാണ് അത് ടേസ്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇടുകയോ അല്ലെങ്കിൽ പെപ്പർ പൗഡർ മാത്രമായിട്ട് യൂസ് ചെയ്യുകയോ ചെയ്യാം. ഉപ്പൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പൊട്ടറ്റോയിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറേശ്ശെയായി നമ്മൾ ഇട്ട് കൊടുത്ത് വേണം എന്ത് ചെയ്യാൻ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നോക്കി സെറ്റാക്കി വയ്ക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ തന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ സ്പൂൺ യൂസ് ചെയ്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, പക്ഷേ അതൊരു എല്ലാ പോർഷനിലും അതിൻ്റെ ഒരു അത് കവർ ചെയ്ത് കിട്ടത്തില്ല. അത് ഞാനിവിടെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ
പൊട്ടറ്റോ ചിപ്സ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ലേസിന് പകരമായിട്ട് കുട്ടികൾക്ക് സ്നാക്സായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റമാണ് ഈ പൊട്ടറ്റോ ചിപ്സ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സമയം പോകുന്ന TV കാണുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തും ഒക്കെ കഴിക്കാനായിട്ട് നല്ല രസമുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.